അപ്പോൾ ഒരു ദിവസം രാവിലെ സമീർക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, നസ്രി എങ്ങനെ ഉണ്ടാവും? ഞാനും ബേസിൽ എപ്പോൾ കണ്ടാലും ഹിച്ച്കോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സമീർക്കാണെങ്കിൽ ആവേശം സൈൻ ചെയ്തു, ഷൈജുക്ക് മഞ്ഞുമൽ ബോയ്സും സൈൻ ചെയ്തു. ഇവർക്ക് ഇത് രണ്ടും കഴിയാതെ ഫ്രീ ആവാൻ പറ്റത്തില്ല. അപ്പം അത് രണ്ടും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 24 തലയാണ മന്ത്രമാണെങ്കിലും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ. അടുത്തടുത്ത വീടുകൾ ഞാൻ റിപ്പീറ്റ് വാച്ച് കാണുന്ന പടമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഒക്കെ. അപ്പോൾ അവിടെ എന്തുകൊണ്ടൊരു ഹിച്ച്കോക്ക് വന്നുകൂടാ? ഇവൻ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് ചോദിക്കാണ്, അവിടെ ഇന്നലെ പാല് പറഞ്ഞായിരുന്നല്ലേ, നീ ഇൻഡക്ഷൻ കുക്കറിലാണ് ചൂടാക്കിയത്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമോ, അമ്മയായിരിക്കുമോ? ഈ ഇടയ്ക്ക് യവനിക കാണുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ യവനിക കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദേ കിടക്കുന്നു സൂക്ഷ്മദർശിനി. സൂക്ഷ്മദർശിനിയുടെ സംവിധായകൻ ജിതിൻ MC ആണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. ജിതിന് രണ്ടാമത്തെ സിനിമയാണ്. കേരളത്തിലെ പ്രേക്ഷകർ മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. എനിക്ക് തന്നെ ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു തിയേറ്ററിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സിനിമയാണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഹിച്ച്കോക്കിൻ്റെ ഹാർഡ് കോർ ഫാനാണെന്നറിയാം. ഹിച്ച്കോക്കിനുള്ള ഒരു ട്രിബ്യൂട്ട് പോലൊരു സിനിമ. അതോടൊപ്പം തന്നെ ഇപ്പോൾ റിയർ വിൻഡോയുടെ 17th ഇയറാണിത്, 70ാം വർഷം. ആ സമയത്ത് ആ സിനിമയ്ക്ക് കൂടി കൊടുക്കുന്ന ഒരു ആദരവായിട്ടാണ് ഇത് സൂക്ഷ്മദർശിനി വരുന്നത്. പേരിൽ തന്നെയുണ്ട് ഈ ഒരു ഹിച്ച്കോക്കിയൻ ട്രിക്ക് എന്ന് പറയുന്നത്. എന്താ ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ആൾക്കുള്ള ഹോമേജ് എന്ന് പറയാവുന്ന വിധത്തിൽ എങ്ങനെയാണ്? 125ാമത്തെ വർഷം കൂടി. എനിക്ക് ഹിച്ച്കോക്ക് സിനിമകൾ ചെറുപ്പം മുതലേ വെച്ചാൽ ഒരു കോളേജ് പഠിക്കുന്ന സമയം മുതലേ വർക്കായി വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി പുള്ളിയുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ത്രില്ലർ എങ്ങനെ പറയണമെന്നുള്ള ഒരു ആംഗിള്. അപ്പോൾ ആക്ച്വലി സൂക്ഷ്മദർശിനിയിൽ ഇത് പിടിക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഞാൻ നോൺസെൻസിൽ നിന്ന് പറയേണ്ടി വരും അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. ഞാൻ ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നോൺസെൻസ് 19 ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം റോഡ് മൂവി ആയിരുന്നു. കുറച്ചൊക്കെ ഇൻറ്റീരിയേഴ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പറഞ്ഞ പോലെ 4 മണി 5 മണിയാകുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ രാത്രി സീൻ ഇല്ല ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാ ദിവസം 5 മണിക്ക് പാക്കപ്പാണ്. അപ്പോൾ അത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമ. അപ്പോൾ അത് വലിയൊരു നഷ്ടമായിരുന്നു ആ പ്രോജക്റ്റിൽ ആ ടൈം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ആക്ച്വലി അടുത്തൊരു സിനിമയാണെങ്കിൽ ഒരുപാട് ഇൻറ്റീരിയേഴ്സ് ഉള്ളൊരു സ്ഥലമായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നോൺസെൻസിൻ്റെ ഒരു പോസ്റ്റിൻ്റെ ടൈമിലാണ് ഞാൻ അടുത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഹിച്ച്കോക്കിന് ഒരു ഹോമേജ് കൊടുക്കുന്ന ഐഡിയ എന്ന് വേണം തുടങ്ങാൻ. അതാകുമ്പോൾ കുറച്ചുകൂടി ഹിച്ച്കോക്കിൻ്റെ സിനിമകളെല്ലാം ലിമിറ്റഡ് സ്പേസ് ആണ്. ഇപ്പം വെർട്ടിഗയാണ് കുറച്ചും കൂടി ഒരു അപ്പോൾ ഇവൻ ഡ്രോപ്പ് ആണെങ്കിലും എല്ലാം ലിമിറ്റഡ് സ്പേസ്. അപ്പോൾ ഹിച്ച്കോക്കിനെ പിടിച്ചാൽ എനിക്കത് കുറച്ചുകൂടി പ്രോജക്റ്റ് വയബിലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇഷ്ടമാണ് ആ ഹിച്ച്കോക്ക് മിസ്റ്ററീസ് പറയാനായിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സെല്ലബിൾ ആയിട്ടുള്ളൊരു ഫിലിം പ്രോജക്റ്റ് വൈസ് സത്യനന്ദിഗഡ് സിനിമകളാണ്. ഇപ്പം തലയാണ മന്ത്രമാണെങ്കിലും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ. അടുത്തടുത്ത വീടുകൾ ഞാൻ റിപ്പീറ്റ് വാച്ച് കാണുന്ന പടമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഒക്കെ. അപ്പോൾ അവിടെ എന്തുകൊണ്ടൊരു ഹിച്ച്കോക്ക് വന്നുകൂടാ എന്നുള്ള ഒരു മിസ്റ്ററി എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കാരണം രണ്ടും ഒരു റിയലിസ്റ്റിക് സ്വഭാവമുണ്ട്. ഇത് രണ്ടിനും കോമൺ എലമെന്റ്സ് അതാണല്ലോ. അപ്പോൾ തോട്ട് അതാണ് വരുന്നത്. അപ്പോൾ നോൺസെൻസ് ലൈഫിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് മനസ്സിൽ അടുത്ത സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു തോട്ടായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ വേറൊരു സിനിമയ്ക്ക് വേണ്ടി ആലോചിക്കുന്ന തോട്ടാണ് ആക്ച്വലി ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ എനിക്ക് അവതരിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ കണ്ടത്രയും മലയാള സിനിമകളിലും ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് കഥാപാത്രം അത്ര കണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ചുമതല വരുമ്പോൾ അത് എപ്പോഴും പ്രൊഫഷൻ ബേസുമാണ്. അപ്പോൾ ഞാൻ ഫീമെയിൽ ഡിറ്റക്റ്റീവ് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് ഒരു തോട്ടായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എപ്പോഴും ആലോചിക്കുമ്പോൾ പ്രൊഫഷൻ വൈസാണ് ചിന്തിക്കുന്നത്. CBI, പോലീസ്, അങ്ങനെ ഈവൻ ഡോക്ടറാക്കണോ, ഡയഗ്നൈസിങ് ആണോ, എല്ലാം ഭയങ്കര പ്രൊഫഷണൽ. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റുമായിട്ട് പ്രൊഡക്ഷൻ ഹൗസുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് നമുക്ക് മെയിലാക്കി കൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റക്കാവും. അപ്പം എങ്ങനെ ഫീമെയിൽ ഫിറ്റിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ എനിക്കിത് ഈ 2 തോട്ടുകൾ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? അന്ന് സത്യം പറഞ്ഞാൽ സൂക്ഷ്മദർശിനി ഉണ്ടാവുകയാണ്. അതിൻ്റെ കാരണം എൻ്റെ അമ്മയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു 2018 ഒക്ടോബറിൽ റിലീസിൻ്റെ ഒക്കെ അതിൻ്റെ പോസ്റ്റിൻ്റെ ഒക്കെ ഒരു സമയമാണ് നോൺസെൻസിൻ്റെ. അപ്പം ഞാനിങ്ങനെ വീട്ടിലിരിക്കും ഇത് എങ്ങനെ കമ്പൈൻ ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ
കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് ഇങ്ങനെ അടുത്തടുത്ത വീടുകളായിട്ട് അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കുറേ നേരമായി. ഞാൻ ചോദിച്ചു അമ്മ എന്തെങ്കിലും നോക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു റെഡ് കളർ സ്കോർപ്പിയോ അവിടെ വന്നിട്ടുണ്ട്, അത് ഇത്രയും കുറേ നേരമായി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാർ ഭയങ്കരമായിട്ട് അതിനെ അന്വേഷിച്ച് ക്യൂരിയോസിറ്റി ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവരവരുടെ ഇതുമായിട്ട് അമ്മ അത് വിടുമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത് വിടുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു ഇനി എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമോ, അമ്മയായിരിക്കുമോ, അമ്മേനെ പിടിച്ചാൽ ഓക്കെ ആവുമല്ലോ എന്നുള്ളൊരു സാധനം വരുന്നു. അപ്പോൾ റിയർ വിൻഡോ ആണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ റിയർ വിൻഡോ, ഒരു റിയർ വിൻഡോ ഉണ്ടല്ലോ അമ്മയിലെ, അമ്മയുടെ ക്യാരക്ടറിന് ഒരു റിയർ വിൻഡോ ഉണ്ട്. എന്നാൽ അത് എൻ്റെ അമ്മ മാത്രമല്ല എല്ലാ വീട്ടിലും ഉള്ള അമ്മമാരെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം നല്ലൊരു സാധനം വന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് തോട്ട് വരുന്നത് വോയറിസമാണ്. വോയറിസം ഇത് ഫ്ലിപ്പ് അടിക്കുമോ വോയറിസം പറഞ്ഞാൽ? ആളിഞ്ഞോട്ടത്തിനെ അത് ഒരു അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനമായി മാറും എന്നുള്ള ഞാനത് വലിയ കാര്യമാക്കിയില്ല. അപ്പം ഒരു 2-3 ദിവസത്തിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയും 70 വയസ്സുകളിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരു പോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു എടാ വൈകുന്നേരം 4 മണിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാലും കൊണ്ടുവരും, കറവയുള്ള വീടാണ്, അപ്പോൾ നീ തിളപ്പിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ തോട്ടിൽ തന്നെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ ഹിച്ച്കോക്ക് സിനിമകൾ വീണ്ടും റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും റിയർ വിൻഡോ കണ്ടോ? ആ റിയർ വിൻഡോ ഒക്കെ ഞാൻ വീണ്ടും റീവിസിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. വെർട്ടിഗോ കാണുന്നുണ്ട്, എന്തെങ്കിലും കിട്ടും. അല്ല ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ ടെലിഫിലിംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഹുക്ക് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഈ പാല് തിളപ്പിച്ച് വെക്കണം എന്നുകൊണ്ട് ഇവർ പോയി. അപ്പോൾ 4 മണിക്ക് ആ ചേച്ചി വന്നു. അപ്പോൾ എനിക്ക് പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് റിസർച്ചും പരിപാടിയൊക്കെ എടുക്കാൻ ഇത് ഓവർഫ്ലോ ചെയ്ത് പോയി. ഓവർഫ്ലോ ചെയ്ത് പോയിട്ട് ഞാൻ വന്നിട്ട് ഇതെങ്ങനെ അമ്മ വന്നത് പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ക്രൈം ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെള്ളം ഒക്കെ തിരിച്ച് അത്രയും വെള്ളം തിരിച്ചൊഴിക്കുന്നു. അപ്പോൾ ആ മണം പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തുണി മറ്റേ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി സെറ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഞാനൊരു പെർഫെക്റ്റ് ക്രൈം ചെയ്യാണ് അവിടെ, ഒരു കളതരം ചെയ്യാണ്. അങ്ങനെ ചെയ്ത് അന്ന് അമ്മ വന്നു, മനസ്സിലായില്ല. നെക്സ്റ്റ് ഡേ വൈകുന്നേരം 4 മണി ആയപ്പോഴത്തേക്കും ചേച്ചി പാലുമായിട്ട് വന്നു. അപ്പം ഞാൻ ഇങ്ങനെ സോഫയിൽ കിടക്കുക. അപ്പം എൻ്റെ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, എടാ ഇന്നലെ പാല് പറഞ്ഞായിരുന്നല്ലേ, നീ ഇൻഡക്ഷൻ കുക്കറിലാണ് ചൂടാക്കിയെന്ന് വെച്ചു. പെട്ടെന്ന് എനിക്ക് മൊത്തം എങ്ങനെ മനസ്സിലായെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അതൊക്കെ മനസ്സിലായി, ഇൻഡക്ഷൻ കുക്കറിൽ ചൂടാക്കിയോണ്ടാണ് നീ ഓവർഫ്ലോ ചെയ്യാണ്ട് വന്നത്, സ്റ്റൗവിൽ വെച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. അത് ഞാൻ എങ്ങനെ ഓക്കെ പാല് പറഞ്ഞെന്നുള്ളത് എങ്ങനെ മനസ്സിലായി, ഇൻഡക്ഷൻ കുക്കറാന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ പുള്ളിക്കാരി എന്നിട്ട് ആ പാത്രം എടുത്തിട്ട് എന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ പാട വരണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കറി വെക്കണം, സ്റ്റൗവിൽ വെച്ച സൈഡിലൂടെ പോകുള്ളൂ. അപ്പോൾ ആ പാത്രത്തിന്റെ നടുക്കിലാണ് ഇത് വന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാർക്ക് അത് ഇൻഡക്ഷൻ കുക്കറാന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വോയറിസം അല്ല, ഇത് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ എനിക്ക് പൊളിറ്റിക്കലായി, എനിക്ക് ഇത് പിടിക്കാം എനിക്ക്. അപ്പോൾ ഞാൻ പിന്നെ റിസർച്ച് തുടങ്ങി. ഞാൻ ഫീമെയിൽ സൈക്കോളജി ഒക്കെ കൂടുതൽ നോക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ സൈക്കോളജിസ്റ്റുകളായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സൈക്കോളജിയിൽ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടിലും ഒബ്സർവേഷനും മെമ്മറിയും കൂടുതലാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് യവനിക കാണുന്നുണ്ട് ഈ സമയത്ത്. അപ്പം യവനിക കണ്ടുകൊണ്ടിരുന്നപ്പോൾ ദേ കിടക്കുന്നു സൂക്ഷ്മദർശിനി യവനികക്കകത്ത്. അതിൻ്റെ അകത്ത് മമ്മൂക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്കിടെ വൈഫാണ്. അപ്പം ഈ ക്യാരക്ടറിന്റെ ഒരു കംപ്ലീറ്റ് പരിപാടി പോലെ നമുക്ക് ജോർജ് സാർ ഇത് പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ബേസിക് സ്റ്റോറി ലൈൻ ഉണ്ടാക്കി. ഇത് രണ്ടിനെ എനിക്ക് കിട്ടി, പരിപാടി കിട്ടി. ഇപ്പം ഈ ഒരു ജോഗ്രഫി ഇതാണെന്ന് എനിക്ക് കിട്ടി. ഇങ്ങനെ അടുത്തടുത്ത വീടുകളാണ്, തലയണമന്ത്രം സെറ്റിങ്ങിൽ ഒരു പരിപാടി. അമ്മയെ പോലത്തെ ഒരു ക്യാരക്ടറിനെ, അപ്പോഴും ഏജ് ഗ്രൂപ്പ് അമ്മേനെ പോലത്തെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇൻഡസ്ട്രിയിൽ അത് വൈബിൾ അല്ല, ഏജ് കുറയ്ക്കാം. ഒരു 40s പിടിച്ചാൽ അങ്ങനെ കൊണ്ടുവരുന്നത്. ഞാൻ അതുലിൻ്റെ അടുത്താണ് ആദ്യം ഇത് പറയുന്നത്. അതുലിനും ഞാൻ ഈ എല്ലാവർക്കും കൊടുക്കുന്ന എൻ്റെ ഇതാണ് ഈ പാലിൻ്റെ കഥയാണ് ആക്ച്വലി. ഇത് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അവർക്കത് കിട്ടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ക്യാരക്ടർ ആർക്ക് കിട്ടിയേക്കുന്നത് അല്ല, ജിതിനെ ആലോചിച്ച് കിടന്നു, ജിതിന്റെ തലയ്ക്കകത്ത് വന്നില്ല, ഇപ്പുറത്തെ അമ്മയിലൂടെ ആ ക്യാരക്ടർ ആർക്ക് തിരിച്ചു കയറുകയാണ് തലയിൽ, അല്ലെ പുറത്തുനിന്ന് എടുക്കുകയാണ് അല്ലേ. ഞാനിത് അതുലിന്റെ അടുത്ത് പറയാണ്. അപ്പോൾ അതുലും ഞാനും കൂടി ആ സമയത്ത് 2019 സമയത്ത് അതുൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് നോൺസെൻസിന്റെ റിലീസൊക്കെ വളരെ ഇതായിട്ട് പോയി.
അപ്പോൾ അങ്ങനെ എന്നെ അടുത്തൊരു പ്രോജക്റ്റ് മലയാളത്തിൽ പോസിബിൾ എങ്ങനെ പോസിബിൾ ആക്കണം, ഞാൻ അത് ഏറ്റവും മാക്സിമം പോസിബിൾ ആക്കാനാണ് ഈ ചെറിയ സ്പേസിൽ പടം ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടാനോ ഒക്കെ ചിലപ്പോൾ ഒരു ഫീമെയിൽ ആയിരിക്കും കൂടുതൽ കുറച്ചും കൂടി പോസിബിലിറ്റി, എല്ലാ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു കോൾ വരുന്നത്. നോൺസെൻസ് കണ്ട ഒരു മലയാളി, പുള്ളി ഹിന്ദിയിലൊരു പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിത് ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാം, നിങ്ങളൊന്ന് മുംബൈക്ക് വരാമെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കറിയാം ഇത് നടപടിയാവില്ല, എനിക്ക് പേഴ്സണലി അറിയുന്നത് നടപടിയാവില്ല. പക്ഷേ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ഇത് കണ്ടിട്ട് ഇപ്പോൾ കിട്ടിയ അവസരത്തെ യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് വേറെ പോസിബിലിറ്റി ഇല്ല. അങ്ങനെ ഞാൻ മുംബൈക്ക് പോകുന്നു. ഞാൻ കുറേ നോൺസെൻസിൻ്റെ ഞാൻ പറഞ്ഞു, പുള്ളിയോട് നേരിട്ട് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എന്തിനു പിന്നെ വന്നതെന്ന് വെച്ചു. നടക്കില്ല, പിന്നെ നിങ്ങൾ നിങ്ങളെ സമയം കളയണ്ടേ? ഞാൻ പറഞ്ഞല്ല, എനിക്ക് വേറൊരു വഴിയില്ല, ഞാൻ വേറെ കഥ പറയട്ടെ എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ബൗണ്ടഡ് സ്ക്രിപ്റ്റായിട്ട് വേറെയും കുറേ, അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും വർക്കാവുള്ള. ഞാനിങ്ങനെ ഇത് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് പ്രോപ്പറായിട്ടൊരു ഡ്രാമ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ചെറിയ ത്രെഡ് പറയട്ടെ, സ്റ്റോറി ലൈൻ പറയട്ടെ എന്ന് പറഞ്ഞു. പോകാൻ നേരത്തെ ഞാൻ പറയണേ. അപ്പോൾ ഇതാ പറഞ്ഞത്, ഈ സൂക്ഷ്മദർശിനി ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര വർക്കായി. അവിടുത്തെ ഒരു സ്റ്റാറിൻ്റെ ഡേറ്റ് ആ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് പിടിക്കാം, ഇത് നമുക്ക് അവരെ വെച്ച് ചെയ്യാം. പിന്നെ 19 എന്നോട് ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അവർ ഓരോ ഘട്ടമായിട്ടാണ് പരിപാടികൾ ചെയ്യുന്നത്, ഒരു ട്രീറ്റ്മെൻറ്റ് കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അതുലിനെ മീറ്റ് ചെയ്യുന്നത്. അതുലെ ഒരു പരിപാടി സെറ്റാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസം കൊണ്ടാണ് ഇതിലൊരു ഡ്രാമ ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലൊക്കെ എടുത്ത് ഇവിടെ എറണാകുളത്ത് തന്നെ ഇത് ചെയ്തു. അങ്ങനെ ഡ്രാമ സെറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു. 2019 അവിടെ ചെല്ലുന്നു. അവർക്കതെല്ലാം വർക്കായി, ഡ്രാമയൊക്കെ വർക്കായി. പക്ഷെ ആ പ്രോജക്റ്റ് ഡ്രോപ്പായി. അവിടുത്തെ മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ അവരെ ഫേസ് 19 അതൊക്കെ അവരുടെ ഇൻവെസ്റ്ററിനൊക്കെ എന്താണ്ടൊക്കെ പ്രോബ്ലംസ് ആയിട്ട് അത് എന്നോട് പറഞ്ഞു, മലയാളത്തിൽ പോയി ചെയ്തോ നിങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മലയാളത്തിൽ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ 1-2 പ്രൊഡക്ഷൻ ഹൗസുകളോട് പറഞ്ഞു, എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ പ്രോജക്റ്റ് ആക്കും, ആരെ ലീഡാക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഇപ്പുറത്തെ ഒരു മെയിൽ ക്യാരക്ടർ ഉണ്ട്, നമുക്ക് ബേസിൽ ചെയ്ത മെയിൽ ക്യാരക്ടർ അപ്പോഴും ഉണ്ട്, പക്ഷെ ഏജ് ഗ്രൂപ്പ് ഇതല്ല. അപ്പം അങ്ങനെ അവർക്കെല്ലാം കഥ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ പറയുന്നവർക്കെല്ലാം. അത് പ്രൊജക്റ്റ് ആക്കാൻ എളുപ്പമല്ല എന്നുള്ളൊരു ഇതിൽ അവർ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഇത് മെയിൽ ഓറിയന്റഡ് അതാണ്. അപ്പോൾ അങ്ങനെ 20 അപ്പോൾ കോവിഡൊക്കെ ആയി. കോവിഡൊക്കെ ആയി ഞാനപ്പം ഒരു ദിവസം ഞാൻ 2 പ്രൊഡക്ഷൻ കമ്പനിയുടെ ഡേറ്റ് എടുത്തിട്ടിരിക്കുക. അപ്പോൾ കോവിഡാണ്, അപ്പം മിക്കവാറും ഫ്രീ ആണല്ലോ. അപ്പോൾ ഒന്ന് കൊച്ചിയിൽ സമീർക്കയുടെ അടുത്തും ട്രിവാൻഡ്രത്ത് ഞാൻ വേറൊരു പ്രൊഡക്ഷൻ്റെ അടുത്തും ഒറ്റ വരവിന് എനിക്ക് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് കഥ പറഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു മൂഡിൽ അങ്ങനെ ഞാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ സമീർക്കയുടെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ട്രിവാൻഡ്രത്ത് പോയി. ട്രിവാൻഡ്രത്ത് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു പോവാം. തിരിച്ചു പോയി കഴിഞ്ഞ് ഒരാഴ്ചക്കകം സമീർക്ക് വിളിക്കാൻ എന്നെ, ഇനി ആരോടും പറയരേട്ടാ, ഇന്ന് നമ്മൾ പിടിക്കുകയാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് വർക്കായി, ആ പരിപാടി പുള്ളിക്ക് വർക്കായി. അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസക്കുറവേ, വെറുതെ പറയുന്നതാണോ എന്നൊക്കെ സമയമുണ്ട്. അപ്പോൾ സമീർക്ക് അല്ലടാ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവനോട് വേഗം പോരെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ അതിൽ ബിസിയായി. അത് ഡയറക്റ്റ് ചെയ്യുന്നൊരു ഫിലിമൊക്കെ ആയിട്ട് അതിലൊരു നല്ല സ്റ്റാറിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ബിസി ആയിട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ എനിക്കിതൊന്ന് അതിൽ വർക്ക് ചെയ്തത് ഏകദേശം ഒരു 300 പേജസ് 12 ദിവസം കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 300 പേജസ് അത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. ആക്ച്വലി അങ്ങനെ നോൺസെൻസിൽ എന്നോട് കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ് ലിബിൻ. ഞങ്ങളൊരു ബാച്ച്മേറ്റാണ്, റൂംമേറ്റ്സ് ആയിരുന്നു. നോൺസെൻസിൽ എൻ്റെ കൂടെ റൈറ്റ് ചെയ്ത ആൾ. അങ്ങനെ ലിബിനെ ഞാൻ വിളിക്കുന്നു, നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ ലിബിനും ഞാനും കൂടി ഹാപ്പി ഹൗസിലേക്ക് വരികയാണ്. വീണ്ടും അതിനെ എഡിറ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ലിബിനും വർക്ക് ചെയ്തിട്ട് ആക്ച്വലി നമ്മൾ ഹാപ്പി ഹൗസിൽ വരുന്നു. ഹാപ്പി ഹൗസിൽ വന്ന് സമീർക്ക് പറഞ്ഞത് കുറച്ചധികം പരിപാടികൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അപ്പോഴും 2000 ഞാൻ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റുമായിട്ടാണ് ഞാൻ സമീർക്കയുടെ അടുത്ത് ചെല്ലുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവരെ വെക്കാം, പക്ഷെ മെയിൽ ആക്ടർ അത് വേണ്ടാന്ന് എന്നോട് പറഞ്ഞു. മെയിൽ ആക്ടർ അത് പോസിബിൾ അല്ല, ഓപ്ഷൻ നമുക്ക് വേറെ കാസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറൊരു ആക്ടർ വന്നു, ഞങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു വീണ്ടും. അപ്പം അങ്ങനെ പിന്നെ ആ ആക്ടർ 21 ചെയ്യാന്നുള്ളൊരു ഇത് വരുന്നു. അപ്പോൾ സമീർക്ക് അന്നേ പറയുന്നുണ്ട്,
ഇതെല്ലാം നല്ല തന്നെ, ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ ഇപ്പോഴേ കണ്ടുപിടിച്ചോ, ഇത് വലിയൊരു പ്രശ്നമായിരിക്കും ഈ പടത്തിന്, സെറ്റ് ഇടാൻ പറ്റില്ല, നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനും ലിബിനും ഈ പറയുന്ന എല്ലാവരും ഓരോ വഴിക്ക് ഓരോ വണ്ടികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ആദ്യം കഥാപരമായിട്ട് ഇത് ഞങ്ങൾ ആദ്യം ഫിറ്റിങ് ചെയ്ത് പത്തനംതിട്ട ജില്ലയിലായിരുന്നു. അപ്പോൾ റബ്ബർ തോട്ടം അങ്ങനെ ഒരു സെറ്റിംഗ് വേണം. പിന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു 3 hours ജേണി വേണം കഥാപരമായിട്ട്. അപ്പോൾ അത് സാധ്യതയുള്ളത് കോട്ടയം പത്തനംതിട്ട. അപ്പോൾ കോട്ടയം പത്തനംതിട്ട മൊത്തം അരിച്ചു പറക്കി. അങ്ങനെ പത്തനംതിട്ട ഞങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കിട്ടി, കുമ്പനാടിനടുത്തൊരു ലൊക്കേഷൻ കിട്ടി. അടിപൊളി ലൊക്കേഷൻ, എല്ലാവർക്കും ഭയങ്കര വർക്കായി. ബാക്കൊക്കെ പെർഫെക്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ പോയിന്റ്സിൽ നിൽക്കുകയാണ്, 20 മിനിറ്റ് ഓരോ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ സമീർക്കും ഷൈജുക്കും വന്നുകൊണ്ട് അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം എസ്തറ്റിക്കലി എല്ലാം നല്ല വർക്കൗട്ടാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലൊക്കേഷൻ്റെ ഓണർക്ക് ഒരു മനംമാറ്റം, പുള്ളി തരൂല എന്ന് പറഞ്ഞു. അപ്പം ആ ആക്ടറുടെ ഡേറ്റ് ഒരു മാസത്തിനുള്ള ഷൂട്ട് വേണം. അത് ഏപ്രിൽ അങ്ങണ്ടാണ്, 2021 ഏപ്രിൽ അങ്ങണ്ട. ഇയാളൊരു ഫെബ്രുവരിയിൽ അങ്ങണ്ട പുള്ളി ഇത് തരൂല എന്ന് പറയണേ. അത് ഞാൻ പിന്നെ പുള്ളിയുടെ കാല് പിടി ഞാൻ പോകുന്നു. ഞാൻ പല വഴി അവിടുത്തെ സംഘടനാപരമായിട്ടും പാർട്ടിപരമായിട്ടൊക്കെ പുള്ളിയെ പോയി കണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാനുള്ളൊരു സംഭവം വരുന്നു. അപ്പോൾ സമീർക്ക് പറഞ്ഞു എന്നാൽ അത് വിട്ടാളാ, നമുക്ക് വേറെ തപ്പാന്ന് പറഞ്ഞു. വേറെ തപ്പിയിട്ടൊന്നും നടപടിയാവുന്നില്ല, കിട്ടുന്നില്ല. ഈ ജില്ല തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കോട്ടയം പത്തനംതിട്ട, വേറെ അന്വേഷിച്ചും പോയില്ല. ഈ ജില്ലകളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ആ ആക്ടറും മാറി. പിന്നെ അത് വീണ്ടും അനിശ്ചിതാവസ്ഥയിലേക്ക് മാറി. പിന്നെ ലൊക്കേഷൻ പുള്ളിക്ക് ആദ്യം വല്ല ഇത് ഡാർക്ക് സൈഡ് എന്നുള്ള പ്രശ്നം പുള്ളിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ അന്നത്തെ ട്രീറ്റ്മെന്റ് അങ്ങനെയായിരുന്നു സിനിമ. അന്ന് എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു OTT ഒക്കെ ഉണ്ടാക്കിയ ഒരു ത്രില്ലർ അല്ലെ, കുറച്ചുകൂടി പെർഫെക്റ്റ് ആ ട്രാക്കിൽ തന്നെ തന്നെ അന്ന് ആലോചിച്ചത്. ആ കാലഘട്ടത്തിനനുസരിച്ച് അന്ന് കുറച്ചുകൂടി അങ്ങനത്തെ ഡിമാൻഡിലായിരുന്നല്ലോ പടം. അപ്പം ഞാൻ അവിടെ വരുമ്പോഴും ട്രീറ്റ്മെന്റ് അതായിരുന്നില്ല, അത് വേറൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ അവിടെ വന്ന് ഹാപ്പി അവേഴ്സ് വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നമുക്കൊരു പ്രോപ്പർ, അതായത് ഒരു ബൗണ്ടറി സ്ക്രിപ്റ്റുമായിട്ട് കൊച്ചിയിലേക്കും ട്രിവാൻഡ്രത്തേക്കും വരുമ്പോൾ വേറൊരു ത്രില്ലർ തന്നെ, ഹിച്ച്കോക്കിയൻ ഹോമേജ് ഒക്കെ വരുന്നു, പക്ഷേ വേറൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആഫ്റ്റർ ഹാപ്പി അവേഴ്സ് കൊളാബറേഷന് ശേഷം നിങ്ങളുടെ ഡിസ്കഷനിൽ ഈ ആക്ടർ ഓൺ ബോർഡ് ആകുമ്പോൾ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ആ ആക്ടർ മാറുവാണ്. ആക്ടർ മാറി വന്നു. പിന്നെ അനിശ്ചിതാവസ്ഥയിലേക്ക് പോയി. അപ്പൊ ലൊക്കേഷനും ഇല്ല, ആർട്ടിസ്റ്റും ഇല്ല. ലൊക്കേഷൻ ഒരു നടക്കുന്ന കേസല്ല എന്ന് എല്ലാവരും എന്നോട് പറയും. സെറ്റ് ഇടാതെ ആക്ടർ കിട്ടിയാലും പോരാ, ലൊക്കേഷൻ ഈ ടാസ്കുകളെല്ലാം ഞാൻ മീറ്റ് ചെയ്തേ പറ്റുള്ളൂ, പ്രാക്ടിക്കലി പോസിബിൾ ആക്കണമെങ്കിൽ. അങ്ങനെ വീണ്ടും നിൽക്കുന്ന അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ സമീർക്ക് എന്നോട് പറഞ്ഞടാ നടക്കും തോന്നുന്നില്ല കേട്ടാ, നീ വേറെ എന്തെങ്കിലും പരിപാടി വിളിച്ചോ, വേറെ എന്തെങ്കിലും കഥയൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ വിട്ടുകളയാനും പറ്റുന്നില്ല, കാരണം ഇത് ശരീരത്തിൽ കയറിപ്പോയി. വേറെ ഒരു പരിപാടിയും ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ അത്യാവശ്യം ക്ലാസ് ഒക്കെ എടുക്കാൻ പോകാറുണ്ട്, ടീച്ചിങ് പരിപാടിയൊക്കെ ആയിട്ട്, അങ്ങനെ സർവൈവലായിട്ട് അങ്ങനെ ഒരു ഇതായിട്ട്. പക്ഷേ ഇത് ശരീരത്തിൽ നിന്ന് പോകുന്നില്ല, കംപ്ലീറ്റ് ഇത് വിട്ടുപോകാനും തോന്നില്ല. അപ്പോൾ എങ്ങനെ പ്രാക്ടിക്കലാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം രാവിലെ സമീർക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, നസ്രി എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഫീമെയിൽ കാസ്റ്റ് അങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാലോ. അതൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഏജ് വരുമ്പോഴത്തേക്ക് ഏജ് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാം, വീണ്ടും താഴേക്ക് കൊണ്ടുവരാം, ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ലിബിനും അവിടെ നിന്ന് വീണ്ടും ആലോചിക്കുന്നു. ശരിയാണ്, നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം, കുറച്ചുകൂടി നമ്മളിപ്പോൾ എഴുതി വെച്ചത് മാത്രമല്ല ശരി, ഇനി ഇത് അങ്ങനെ കൂടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാലേ പ്രോജക്റ്റ് പ്രാക്ടിക്കൽ ആവും. അങ്ങനെ നസ്രിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിയാ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമ്പോൾ സിനിമയ്ക്ക് ഇതേ ഡ്രാമയിൽ തന്നെ വേറൊരു പരിപാടി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്ത് ആരെ ഇടും, നസ്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് അപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ അപ്പം സമീർക്ക് എൻ്റെ അടുത്ത് വേറെ 1-2 പേരുകൾ പറഞ്ഞു അയക്കണം. അപ്പം ഞാൻ പാൽത്തു ജാനുവരി കഴിഞ്ഞിരിക്കണം. അപ്പം ബേസിൽ ആക്ച്വലി മിന്നൽ മുരളി അവിടെ ഫ്ലാറ്റിൽ വരാറുണ്ട് ഹാപ്പി ഹൗസിൻ്റെ. അപ്പം ബേസിൽ സമീർക്ക് പറഞ്ഞിട്ടൊക്കെ അവന് കഥ അറിയാം. അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ എന്നെ ലിബിനെ കാണുമ്പോൾ പുള്ളി പറയണം കഥ അടിപൊളിയാണ്, നല്ല കൊമേഴ്ഷ്യൽ മെറ്റീരിയലാണ്. പുള്ളി ഒരു ഹിച്ച്കോക്ക് ഫാനാണ് ബേസിലും. അപ്പം ഞാനും ബേസിൽ എപ്പോൾ കണ്ടാലും ഹിച്ച്കോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് നടക്കണം, ഈ പടം നടക്കണം എന്ന് ബേസിലിനൊരു ഭയങ്കര ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ അവന് ഭയങ്കര ആഗ്രഹമുണ്ട്.
അപ്പോൾ അപ്പോഴും ബേസിൽ ചിന്തിക്കുന്നില്ല, നമ്മളൊരിക്കലും ബേസിൽ ഇതിൻ്റെ അകത്തേക്ക് വരുന്നു അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ പാൽത്തു ജാൻവർ ഒറ്റയ്ക്ക് ബേസിൽ ഷോൾഡർ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ അത് വർക്കായപ്പോൾ തന്നെ ഞാനും ലിവിന് സംസാരിക്കുന്നുണ്ട്, ബേസിൽ പോരെ ഇപ്പുറത്തെ നസ്രി ആകുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ സമീർക്ക് വന്നപ്പോൾ സമീർക്ക് ഇങ്ങനെ ഇച്ചിരി ഡൗട്ട്ഫുള്ളായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്, ഷൈജുക്കെ ആണെങ്കിലും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ജയ അടിച്ചു. അടിച്ചപ്പോഴത്തേക്കും അന്നാ ഇപ്പം മതി എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിന് വേറൊരു പരിപാടിയും കൂടി സിനിമയ്ക്ക് വരും. ഇവർ രണ്ടുപേരുടെ, അല്ലാതെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയൊന്നുമല്ല, ആക്ച്വലി രണ്ടുപേരും ഇതിലേക്ക് വന്ന് ഭവിക്കണം. അങ്ങനെ ബേസിൽ തന്നെ 23-ലാണ് ബേസിൽ ഇന്നത്തേക്ക് തന്നെ വന്നത്. അപ്പൊ തന്നെ വീണ്ടും 2 വർഷം വരുന്നു അതപ്പോഴത്തെ സമയം കടന്നുകൊണ്ട്. അപ്പോൾ സമീർക്കാണെങ്കിൽ ആവേശം സൈൻ ചെയ്തു, ഷൈജുക്ക് മഞ്ഞുമൽ ബോയ്സും സൈൻ ചെയ്തു. ഇവർക്ക് ഇത് രണ്ടും കഴിയാതെ ഫ്രീ ആവാൻ പറ്റത്തില്ല. അപ്പം അത് രണ്ടും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 24 ഇത് ഷൂട്ടിലേക്ക്. പക്ഷെ അപ്പോഴും സമീർക്ക് നമ്മളോട് പറഞ്ഞത് നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റിൽ ഒന്നുകൂടി വർക്ക് ചെയ്യണം. ഈ ഗ്യാപ്പിൽ നിങ്ങൾ ഇത് റിവൈസ് ചെയ്യുന്നുണ്ടോ? ബേസിലാണെങ്കിൽ ആണെങ്കിൽ റിവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ വീണ്ടും നമ്മൾ പോളിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ക്യാരക്ടർ ആർക്ക് കൂടി വെച്ചിട്ട് ഇതേ ഡ്രാമ തന്നെ മാറ്റുന്നു. ഇവർ രണ്ടുപേരും വന്നാൽ എന്തൊക്കെ ചെയ്യാന്നുള്ള സംഭവങ്ങൾ നമ്മൾ ആദ്യം വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച പല കാര്യങ്ങളും. ഇത് ബേസിലിനെ ആന്റിസിപ്പേഷൻ ഓഡിയൻസിന് എങ്ങനെയായിരിക്കും, പക്ഷെ നമുക്ക് ഇങ്ങനെയും ആവാലോ ആൾക്കാർ എന്നുള്ള ഒരു സംഭവം വരുന്നു. നമ്മൾ അങ്ങനെ സമീർക്കാണ് ഇങ്ങനൊരു ട്രീറ്റ്മെന്റ് നമുക്ക് പിടിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഞാൻ ഇവിടെ വരുമ്പോൾ അതിനൊരു ഫൺ മൂഡ് ഉണ്ടായിരുന്നു. ഫൺ പരിപാടിയിൽ ഒരു സത്യനന്ദിക്കാട് ഫൺ മൂഡിൽ എന്നുള്ളൊരായിരുന്നു ആദ്യത്തെ കോൺസെപ്റ്റ്. അപ്പൊ അതിലേക്ക് കുറെ കൂടെ അടുക്കുന്നുണ്ടായിരുന്നു ആ ട്രീറ്റ്മെന്റ്. അപ്പൊ ഒരു ക്ലീൻ ഹ്യൂമറിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്ക് ഹ്യൂമറിലേക്ക്. അപ്പൊ അന്ന് എഴുതി വെച്ച കുറച്ച് സ്ക്രിപ്റ്റ് എടുക്കുക. ഞങ്ങൾ ആദ്യം എഴുതി വെച്ച സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിൽ നിന്നൊക്കെ എടുക്കണം. അതിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. നമ്മൾ വീണ്ടും ഇതിന് വേറൊരു കൊമേഴ്ഷ്യൽ മെറ്റീരിയൽ ആക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എടുത്ത് വീണ്ടും ഇതിനകത്തോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് തുടങ്ങി പല കാര്യങ്ങളും. അങ്ങനെ ഇപ്പം ഈ മറ്റേ ഫസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പിന്നെ ആഡ് ചെയ്തതാണ്. മറ്റേ കറിവേപ്പില ആയിട്ടുള്ള അവളുടെ ബന്ധം അതൊക്കെ പിന്നെ ആഡ് ചെയ്തതാണ്. ഈ ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്തതാണ്. അതെല്ലാം ഒരു വേറെ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് മാറ്റി ഡാർക്ക് കളറൊക്കെ അതൊക്കെ മാറ്റി, പിന്നെ വീണ്ടും അതൊക്കെ റീപ്ലേസ് ചെയ്ത് ഞങ്ങൾ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എന്താ പറയുക ഡീറ്റെയിലിംഗ് ആണത്. അപ്പോൾ അങ്ങനെ അത് ഈ പറഞ്ഞ പോലെ പിന്നെ അവർക്ക് വേണ്ടി വീണ്ടും ഒരു ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്തു. പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം, എനിക്ക് ഭയങ്കര ഇതെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ടെക്നീഷ്യൻസിനെയൊക്കെ എല്ലാവരും ഫിക്സ് ചെയ്തു, ഡേറ്റൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. ഇപ്പം ശരണാണെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ ഡിസ്കഷൻ വരുന്നുണ്ട്. ഞങ്ങൾ റൈറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച്, സമീർക്കൊക്കെ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എല്ലാവരും ഇവിടെ വരണം, ഒരുമിച്ച് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യണം, നിങ്ങൾ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചമൻ വരും, ശരൺ വരും, ഞങ്ങളെ ചീഫ് ഉണ്ടാവും, ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഫ്രഷ് ആക്കാം, ഓരോ സീൻ ബൈ സീൻ ഫ്രഷ് ആക്കാം, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. അതെനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. ഞാൻ ഇന്നും അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമയ്ക്ക് പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയും സിനിമ ചെയ്യാം എന്നുള്ള എനിക്കൊരു വലിയ ലേണിംഗ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റൽ പരിപാടിക്ക്. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി ഇന്ന് കാണുന്ന സൂക്ഷ്മതയിലേക്ക് അത് എത്തുന്നത്. അതെ, ഇപ്പം ഇതിൽ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞോട്ടെ, ഇപ്പം ഒരു അതിഗംഭീരമായ സ്ക്രിപ്റ്റാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പഴുതടച്ച സ്ക്രിപ്റ്റ് വേണമല്ലോ ശരിക്കും എൻ്റെ ത്രില്ലർ. അതിൽ ഹിൻ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ ആണെങ്കിലും ഈ ക്യാരക്ടർ ഇപ്പം നമ്മൾ പ്രിയദർശിനി തന്നെ നോക്കുകയാണെങ്കിൽ പ്രിയദർശിനി എങ്ങനെ സൂക്ഷ്മദർശിനിയാവുന്നു, സൂക്ഷ്മദർശിനി എങ്ങനെ അവരുടെ ട്രാവൽ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് ഓൾറെഡി മനസ്സിലായ കാര്യങ്ങളാണ് രണ്ടാമത് പ്രിയദർശിനി കണ്ടെത്തുന്നത്. അപ്പോഴും നമ്മൾ ആ ക്യൂരിയോസിറ്റി വിട്ടുന്നില്ല, അവരെങ്ങനെ ഇത് കണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ അവരിലെ ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെ ഇത് ഫൈൻഡ് ചെയ്യുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി നമ്മുടെ ഉണ്ടായത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്ക്രിപ്റ്റിൽ തന്നെ വളരെ പ്രധാനമാണല്ലോ വിഷ്വൽ ഡിസൈൻ. നമ്മളിപ്പോൾ പറഞ്ഞു 6 വീടുകൾ എന്നുള്ളിടത്ത് എനിക്ക് പോലും തുടക്കത്തിൽ ബേസിലി പിന്നെ ചുവന്ന തുണി കെട്ടുന്നതും അങ്ങനെ ഈ പറഞ്ഞ ഇവർ തിരിച്ചു വരുന്നതും കറിവേപ്പിലേക്കായി വന്ന സമയത്തും ഈ 6 വീടുകൾ തമ്മിലുള്ള ജിയോഗ്രഫിയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഇനീഷ്യൽ ആക്ടിൽ. പക്ഷെ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മറ്റ് ക്യാമറ ആംഗിൾസും ഇൻ്റർ കട്ട്സും സംഗതിയൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു മേജർ ആക്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുകയാണ്
ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് എന്തൊക്കെ കാണാം, ഈ ജനലിൽ നിന്ന് എന്തൊക്കെ കാണാം, അടുക്കളയുടെ അവിടെ നിന്ന് എന്തൊക്കെ കാണാം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുകയാണ്. അതുപോലും നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ വളരെ പ്ലാൻഡ് ആയിട്ട് വരികയാണല്ലോ. ഇതിൻ്റെ വിഷ്വൽ ഡിസൈൻ ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രിപ്റ്റ് അതേപടി ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇതിൻ്റെ ഒരു വിഷ്വൽ ഡിസൈൻ ഭയങ്കര ഒരു ടാസ്ക് ആണല്ലോ. അത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോഴും എൻ്റെ എപ്പോഴും ഫസ്റ്റ് പേജ് മാപ്പാണ്. ആക്ച്വലി ഈ ലൊക്കേഷൻ വായിക്കുന്നവർക്ക് മനസ്സിലാവണം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു മാപ്പ് ഞാൻ ലിബിന് ഡിസൈൻ ചെയ്തിട്ട് നോൺസെൻസിലും അങ്ങനെയായിരുന്നു. ഓരോ സ്ഥലത്ത് എങ്ങനെ പോകുന്നു ആ ജോഗ്രഫി കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഈ ലൊക്കേഷന് വേണ്ടിയിട്ടുള്ളതിൽ പോലും ആ മാപ്പ് റബ്ബർ തോട്ടം ഫസ്റ്റ് പേജ്. അപ്പൊ ഇനി ആർക്കെങ്കിലും തിരിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പേജിലേക്ക് നോക്കാം, ഈ മാപ്പ് കാണാം, ഇവിടെ നിന്നാണ് കണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ എല്ലാവർക്കും ആ സ്ഥലം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആക്ച്വലി ആദ്യം എഴുത്തിൽ തന്നെ അത് വർക്ക് ചെയ്തിട്ടാണ് അതിലേക്ക് വരുന്നത്. അതായത് നാളെ ഇപ്പം ശരണും നിങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ വരുന്ന സമയത്തും അല്ലെങ്കിൽ ചമനുമായിട്ട് ഇവിടെ നോക്കി ഇത് കാണും, അത് ലോജിക്കലി ലോക്ക് ചെയ്ത് പോകണം. അപ്പൊ നമ്മള് ലൊക്കേഷൻ നമ്മള് പിന്നീട് പരസ്യം ചെയ്യേണ്ടി വന്നു. നസ്രീം ബേസിലും വന്നതിന് ശേഷം ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ എനിക്കൊരു ഒരുപാട് ടീമായി സെർച്ച് ചെയ്യാൻ. ശരണിന്റെ വക ഒരു വലിയ ടീമുണ്ട്, DOP ടീം എന്ന് പറഞ്ഞിട്ട് വേറെ ടീമുണ്ട്, ആർട്ട് സൈഡിലുള്ള എല്ലാരും തപ്പാൻ തുടങ്ങി. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയായി, എല്ലാരും കറങ്ങി തിരിഞ്ഞ് തപ്പുന്നു. ഇതിനിടയ്ക്ക് വീണ്ടും ഞങ്ങൾ പരസ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പത്രത്തിലൊക്കെ പരസ്യം ചെയ്തു, ഒരുപാട് കോളുകൾ വന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഒരുപാട് സ്ഥലങ്ങൾ സിമിലർ ആയിട്ടുള്ള നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കോലഞ്ചേരിയിലൊരു ഇത് വന്നു. അപ്പോഴും എറണാകുളത്ത് തന്നെ ഇപ്രാവശ്യം എറണാകുളം ജില്ലയിൽ തന്നെ സിനിമ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു ഈ ലാസ്റ്റ് ഫേസിൽ. അപ്പൊ കറക്റ്റ് കോലഞ്ചേരി തന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടി. അപ്പൊ 2-3 ഓപ്ഷൻസ് കിട്ടുകയും ചെയ്തു. വേറെ തൃപ്പൂണിത്തുറ സൈഡിൽ ഒരെണ്ണം കിട്ടി. അപ്പൊ നമ്മൾ കോലഞ്ചേരി ഫിക്സ് ചെയ്തു. കുറേ കൂടി നമ്മൾ അടുത്ത് നിൽക്കുന്നതാണ്, ഓപ്ഷൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ഓഡീഷൻ ചെയ്ത ലൊക്കേഷനാണ്. കാസ്റ്റിംഗ് കോളിൽ ശരിക്കും മേജർ വർക്ക് ഈ ലൊക്കേഷൻ കോളാണ്. അതെ അതെ ആണ് ഉറപ്പായിട്ടും. അപ്പൊ ഒരു ഇപ്പൊ ബേസിലിന്റെ വീടായിട്ടുള്ള ആ വീട് ആൾ താമസം ഇല്ലാത്തൊരു വീടാണ്, പുറത്താണ്. പിന്നെ തൊട്ടിപ്പുറത്തുള്ള വീട്ടുകാരെ ഞങ്ങൾ മാറ്റി വേറൊരു സ്ഥലത്ത് താമസിപ്പിച്ചിട്ടൊക്കെയാണ് ആ വീട്ടില് പ്രിയദർശിനിയുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ നമ്മൾ കുറച്ച് എക്സ്റ്റൻഷൻ നടത്തി ഡിസ്റ്റൻസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ആക്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഭയങ്കര ഇത് ഒരാൾ പോലും ഇതിൽ നിന്ന് സ്പോയിലറിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ്, കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ ഇനീഷ്യൽ ആക്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സിനിമയുടെ എൻഡിലേക്ക് പോകുമ്പം നിങ്ങളെല്ലാം ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിച്ചാണല്ലോ പോകുന്നത്. ഞാൻ പറഞ്ഞത് അത് വല്ലാത്തൊരു തരം കൃത്യതയാണല്ലോ. അതൊക്കെ ഏത് ഘട്ടത്തിലാണ് ആലോചിച്ചിരുന്നത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഷൂട്ട് ചെയ്ത ശേഷവും എന്തെങ്കിലും ആഡ് ഓൺ ഉണ്ടോ ഈ സിനിമയിൽ? ഉറപ്പായിട്ടും ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സിദ്ധാർത്ഥേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പരിപാടികൾ മുഴുവൻ ഒരുപാട് പരിപാടികൾ ഇമ്പ്രൂവൈസ് ചെയ്താണ്. ഷൂട്ട് ടൈമിൽ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൊച്ചിൻ്റെ ഒക്കെ ക്യാരക്ടറെ ആക്ച്വലി സ്ക്രിപ്റ്റിൽ അത്ര ഇല്ല. പക്ഷേ നമുക്ക് പേടിയാണ് ആക്ച്വലി ഇത്രയും ചെറിയ കൊച്ചിന് വേണ്ടി നമ്മൾ എഴുതിയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. സമീർക്ക് ശേഷിക്കും പറയും കൊച്ചിനൊന്നും അധികം സീൻ എഴുതണ്ട കേട്ടോ, അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല, ഷൂട്ട് തീരൂല. ത്രില്ലർ പേസിലേക്ക് ആ കൊച്ചിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അല്ല, അതുപോലെ തന്നെ ഇങ്ങനെ അഭിനയിക്കുന്ന കൊച്ചുങ്ങളെയും കിട്ടണം, ഭയങ്കര ടാസ്ക് ആണ്. അത് രാത്രിയൊക്കെയാണ് കൂടുതൽ സീൻസ്. ഈ കൊച്ചിനും വരും, ആ കൊച്ചിനെ മാക്സിമം കുറച്ച് പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു കൊച്ചിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു. ആ കൊച്ച് തീരെ ചെറിയ കൊച്ചായിരുന്നു. കൊച്ച് ഭയങ്കര കരച്ചിലും മേളായിട്ട് പ്രാക്ടിക്കലായില്ല. അപ്പോൾ രണ്ടാമതാണ് ഞങ്ങൾ ഈ പറയണ മാളൂട്ടീനെ വരുന്നത്. ആ കൊച്ചിന്റെ ഒരു എനർജി കണ്ടപ്പോഴത്തേക്കും സമീർ ഖാൻ പറഞ്ഞു ആഡ് ചെയ്തോ സീനുകളെല്ലാം ഇനി ആഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചിനെ വർക്കായെന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ഓൺ സ്പോട്ട് ഇംപ്രൂവൈസേഷനിൽ കൊച്ചിന് സീനുകളിൽ ആഡ് ചെയ്ത് തുടങ്ങി. ഈ മാളൂട്ടി വർക്കായപ്പോ ഞങ്ങൾ ആഡ് ചെയ്തതാണ്. കുട്ടി വർക്കാണെന്ന് തോന്നി. അപ്പം ചില ആക്ടേഴ്സ് ചില പെർഫോമൻസ് വർക്കാണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമല്ലോ. അതായിരിക്കുമല്ലോ വർക്കാവുക. അതങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വർക്കാണ്, അപ്പൊ ഇത് പിടിക്കാം, ആ മീറ്ററിൽ അങ്ങനെ പിടിക്കാം എന്നൊക്കെ, അങ്ങനെ പല ക്യാരക്ടേഴ്സിനും നമ്മൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട്.